ഹായ്. അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ സൂര്യനെ കണ്ടെങ്കിൽ നല്ല റൗണ്ടിൽ ഷേപ്പിൽ കാണുന്നത് എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റത്തില്ല, കണ്ടാലും നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മളിന്നൊരു റൗണ്ട് ഒരു പ്രോഡക്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് ടെമുന്ന് മേടിച്ചതാണേ. ഇതെന്താണെന്ന് മനസ്സിലായവരുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേരാണ് എഗ് റിംഗ് വിത്ത് സിൽക്കൻ ഹാൻഡിൽ. പേര് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, മുട്ട പൊരിക്കാനും മുട്ട ബുൾസയും ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മുട്ട ഓംലെറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പല പല ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റൗണ്ടിൽ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല പാൻ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ്, നമ്മൾ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മുട്ട നല്ല രീതിയിൽ പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. മുട്ട പൊരിക്കാൻ ഇങ്ങനൊരു പ്രോഡക്റ്റ് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട, മുട്ട കഴിക്കാനുള്ളത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് അത്യാവശ്യമില്ല ഉണ്ടെങ്കിൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. മുട്ടയല്ലേ, എങ്ങനെ കഴിച്ചാലും മുട്ട കഴിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല വൃത്തിക്ക് റൗണ്ടിൽ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 5 സ്റ്റാർ ലെവൽ എഗ് ബുൾസൈ റെഡി ആയിട്ടുണ്ട്. സണ്ണി സൈഡ് അപ്പ് സംഗതി സൂപ്പറാണ്, നല്ല രീതിയിൽ ഇതാക്കി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലെ വീട്ടമ്മമാർക്ക് എന്തിനാണ് ഈ റൗണ്ട് മുട്ട പൊരിക്കാൻ? നമുക്ക് നല്ല രീതിയിൽ മുട്ട പൊരിക്കാനും ബുൾസൈ അടിക്കാനും ഒക്കെ അറിയാമല്ലോ. പിന്നെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇത് പിടിക്കുമ്പോൾ തന്നെ അത് ഇളകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിനൊന്നും റിമൂവ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് റൗണ്ട്, നല്ല കട്ടിയുള്ളൊരു നമ്മുടെ എന്താ പറയുക, പനിയാരം എന്നൊക്കെ പറയത്തില്ല, അതിൻ്റെ ഒരു ലെവലിലാണ് കണ്ടാൽ തോന്നിക്കുന്നത്, ഉണ്ണിയപ്പം ലെവൽ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡോ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ കൂട്ടി ഇത് കഴിക്കാൻ കൊള്ളാം. വെറുതെ കഴിക്കാൻ നല്ലതോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.